ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജീവിതശൈലി രോഗമായ പ്രമേഹം ഇന്ന് വളരെയധികം ആളുകളെ അലട്ടുന്ന ഒരു രോഗമായി മാറിയിരിക്കുന്നു. ഇന്ന് ലോകത്തെമ്പാടും പ്രമേഹമുള്ളവരുടെ എണ്ണം ഗണ്യമായ തോതിൽ കൂടിയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ്റെ അളവ് കുറയുകയോ അല്ലെങ്കിൽ ഇത് പ്രോപ്പറായി പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് പ്രമേഹം ഉണ്ടാകുന്നത്. പ്രമേഹം നിർണയിക്കപ്പെടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ശരീരം ചില സൂചനകൾ നൽകാറുണ്ട്. ഇത് നമുക്ക് പ്രമേഹം വരാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് മനസ്സിലാക്കി തരുന്ന സൂചനകൾ കൂടിയാണ്. അവയിൽ പ്രധാനമായും കണ്ടുവരുന്ന ഒന്നാണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്. അതായത് നമ്മുടെ കഴുത്തിൻ്റെ പിറകില്, കക്ഷത്ത്, കൈമുട്ടിൻ്റെ പിറകില്, കാൽമുട്ടുകളിൽ, ആംഗിൾ ജോയിൻസിൽ ഒക്കെ വരുന്ന കറുത്ത വെൽവെറ്റി ആയിട്ടുള്ള ഡിസ്കളറേഷൻസ് ആണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്. ഇതാണ് പ്രധാനമായിട്ടും കാണാൻ പറ്റുന്ന ഒരു ലക്ഷണം. മറ്റൊന്നാണ് കൂടെ ഉണ്ടാകുന്ന വിശപ്പ്. ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വീണ്ടും വിശക്കാൻ തുടങ്ങുക. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം ശരീരം കാണിക്കാറുണ്ട്. ഇവ പ്രധാനമായും ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമാണ് വരുന്നത്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഇൻസുലിനോട് വേണ്ട വിധം പ്രതികരിക്കാത്ത ഒരവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതുമൂലം രക്തത്തിലെ ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് പ്രവേശിക്കാതെ രക്തത്തിൽ തന്നെ അടിഞ്ഞുകൂടി പ്രമേഹത്തെ ഉണ്ടാക്കുന്നു. ഇതുകൂടാതെ ശരീരം കാണിക്കുന്ന മറ്റ് ലക്ഷണങ്ങളാണ് പെട്ടെന്ന് ഉണ്ടാകുന്ന ദാഹം, അതുപോലെ തന്നെ കൂടെ മൂത്രമൊഴിക്കുക, പിന്നെ മുറിവുകൾ എന്തെങ്കിലും ഉണ്ടായാൽ അത് ഉണങ്ങാനുണ്ടാവുന്ന കാലതാമസം. ഇതൊക്കെയാണ് ശരീരം കാണിക്കുന്ന പ്രധാന ലക്ഷണങ്ങൾ. ഇവ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഭാവിയിൽ നമുക്ക് പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണെന്ന്. ദീർഘനാളായുള്ള പ്രമേഹം നമ്മുടെ കിഡ്നിയെയും ഹാർട്ടിനെയും കാഴ്ചശക്തിയെയും അതുപോലെ ബ്ലഡ് സർക്കുലേഷനെയൊക്കെ ബാധിക്കുമെന്നും അതുപോലെ തന്നെ ഫാറ്റി ലിവറിനും കാരണമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിനു പുറമെ നീണ്ടു നിൽക്കുന്ന പ്രമേഹം ക്യാൻസറിനും ഇൻഫെക്ഷൻസിനും അതുപോലെ തന്നെ ഡിമെൻഷ്യയ്ക്കും കാരണമാണെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചിട്ടയായ ഒരു ജീവിതശൈലി കൊണ്ട് നമുക്ക് പ്രമേഹത്തെ നിയന്ത്രിക്കാവുന്നതാണ്. അതായത് സമീകൃതമായിട്ടുള്ള ആഹാരം, നിത്യവുമുള്ള വ്യായാമം, കൃത്യമായിട്ടുള്ള ഉറക്കം, സമ്മർദ്ദത്തെ നിയന്ത്രിക്കുക, പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഒഴിവാക്കുക, ആരോഗ്യപരമായ ശരീരഭാരം നിലനിർത്തുക മുതലായവ ശീലിക്കേണ്ടതാണ്. ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി VS. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.